Hello everyone, welcome back to our YouTube channel Knowledge Junction Learn with Sweetie. മനുഷ്യ പുരോഗതിയുടെ കാലചക്രത്തിൽ കമ്പ്യൂട്ടർ അഥവാ സംഗണനി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭവം, അതിൻ്റെ പ്രധാന സവിശേഷതകൾ, ചരിത്രം എന്നിവ കൈകാര്യം ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ വിവരങ്ങൾ സൂക്ഷിക്കുവാനും സംസ്കരിച്ചെടുക്കുവാനും വേണ്ടിയുള്ള ഒരു ഇലക്ട്രിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ അഥവാ സംഗണനി, അഥവാ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരം മുഖേന വിവരങ്ങൾ നടപടിക്ക് വിധേയമാകുന്ന ഒരു പ്രായോഗിക ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണമാണിത്. വിധേയമാക്കേണ്ട വിവരങ്ങൾ സംഖ്യകൾ, എഴുത്ത്, ചിത്രങ്ങൾ, ശബ്ദം എന്നിങ്ങനെ പലതരത്തിലുള്ളതിനെ സൂചിപ്പിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം. കമ്പ്യൂട്ടർ ഏതാണ്ട് ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപം കൊണ്ടു. കണക്കു കൂട്ടുക എന്നർത്ഥമുള്ള കമ്പ്യൂട്ട് എന്ന പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദത്തിൻ്റെ ഉത്ഭവം. 1613 കമ്പ്യൂട്ടർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീടത് സർവ്വസാധാരണമായി മാറി. ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറുകൾ കണക്കുകൂട്ടലുകൾക്ക് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ കെട്ടിലും മട്ടിലും ഉപയോഗത്തിലും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് കമ്പ്യൂട്ടർ ലോകത്തെ എല്ലാ മേഖലയിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണക്കു കൂട്ടുക എന്ന പ്രാഥമിക ആവശ്യത്തിൽ മാത്രമായി കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം പരിമിതപ്പെട്ടിട്ടില്ല. വാണിജ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദം, ശാസ്ത്രം, ആശയവിനിമയം എന്നു തുടങ്ങി എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ ഇന്നൊരു അവിഭാജ്യ ഘടകമാണ്. ഓരോ മേഖലയിലെയും ഉപയോഗത്തിനായി കമ്പ്യൂട്ടർ ഉപകരണങ്ങളിലും പുതിയ സങ്കേതങ്ങൾ വന്നു തുടങ്ങി. ഉദാഹരണമായി, ഉപയോക്താവിന് കൂടുതൽ ആയാസരഹിതമായി ഇടപെടുന്നതിനായി ടച്ച് സ്ക്രീൻ മുതലായ സങ്കേതങ്ങൾ ആവിർഭവിച്ചു. ആദ്യ കമ്പ്യൂട്ടറുകളിൽ പൂർണ്ണമായും യന്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കവില കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തി ആദ്യം തന്നെ ശരിയാക്കി വെക്കണമായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ് 1822 കണ്ടുപിടിച്ച ഡിഫറൻസ് എഞ്ചിൻ ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടറായി കരുതപ്പെടുന്നു. 1801 മാരിയ ജക്കാർഡ് എന്ന ഫ്രഞ്ചുകാരൻ വികസിപ്പിച്ചെടുത്ത പഞ്ചഡ് കാർഡ് സിസ്റ്റം വഴിയാണ് ഡിഫറൻസ് എഞ്ചിനിൽ ഇൻപുട്ട് നൽകിയിരുന്നത്. ആവിയന്ത്രത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഡിഫറൻസ് എഞ്ചിനിൽ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമായിരുന്നു. ഇദ്ദേഹമാണ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വേഗതയും കാര്യക്ഷമതയുമുള്ള കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ഇവ പ്രധാനമായും നാസ, ISRO തുടങ്ങിയ സ്പേസ് സ്റ്റേഷനുകളിലാണ് ഉപയോഗിക്കുന്നത്. നാസയിലെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് കൊളംബിയ എന്നാണ്. കണക്ക് കൂട്ടാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളിൽ നിന്നും ഉടലെടുത്തതാണ് ആധുനിക കമ്പ്യൂട്ടറുകൾ. വിവിധ സാങ്കേതിക വിദ്യകൾ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത തരം കമ്പ്യൂട്ടറുകൾ ഇന്ന് നിലവിലുണ്ട്. അതിവേഗം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ രംഗത്ത് ദിനംപ്രതി എന്നോണം നൂതന സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരുന്നു. താങ്ക് യു. വീഡിയോ എല്ലാവർക്കും അറിവ് നൽകുന്നതിനുള്ള ഒരു ഉപാധിയായി മാറിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
കമൻസുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു വൺസ് അഗെയിൻ.